കലാകേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കയ്യടികൾ കൊണ്ട് കുളിര് ഒരിപ്പിക്കാൻ കൂടിയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എൻ്റെ കൂപ്പുകൈ എന്ന രമേശ് ചേട്ടൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് എൻ്റെ സ്റ്റാൻഡപ്പ് കോമഡി ആരംഭിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തല ഉയർത്തി നോക്കി. എൻ്റെ മുമ്പിൽ ഒരു 3000 പേര് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. എനിക്കങ്ങ് ആവേശം കയറിയിട്ട് ഞാൻ ലാൽ സലാം സഖാക്കളെ ഒന്ന് പറഞ്ഞ വഴി സ്റ്റേജിലിരിക്കുന്ന എല്ലാവരും തീറ് ചിരി. കാരണം മൈക്ക് ഓണായി. പക്ഷെ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് കരയേണ്ട വന്നു. കാര്യം അത് കോൺഗ്രസിൻ്റെ പരിപാടിയായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ പേരും എൻ്റെ പഠന വിഷയമായ ബിടെക്കിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ മൂന്നാമത് എൻ്റെ കൂട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യം എൻ്റെ മുഖത്ത് ഈ മുഖക്കുരുവിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയും, എൻ്റെ മുഖത്ത് ഈ മുഖക്കുരു വരാൻ കാരണം എന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാണെന്ന്. ആരും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, കാര്യം അതൊരു സത്യമാണ്. പക്ഷേ എൻ്റെ കൂട്ടുകാർ കഴിഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അതായത് സത്യത്തിൻ്റെ മുഖം എപ്പോഴും ഭയങ്കര വികൃതമായിട്ടായിരിക്കാറുണ്ട്. പക്ഷേ ഇതിലും പരിതാപകരമായ അവസ്ഥയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ. കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് ഞാൻ വെറുതെ വീട്ടിലിരിക്കുക, അല്ലെങ്കിലും വെറുതെ വീട്ടിലിരിക്കുകയാണ്, എങ്കിലും വെറുതെ വീട്ടിലിരുന്നപ്പോൾ അച്ഛൻ നടുമുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എടാ അതിൻ്റെ കൂട്ടുകാരൻ പുറത്ത് വന്ന് നിൽപ്പുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു കീറിയ ഷർട്ടും ഒരു നിക്കർ ഇട്ടാണ്. ഞാൻ നല്ല ഷർട്ടും ഒരു മുണ്ട് കൊടുത്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല. അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എൻ്റെ കൂട്ടുകാരനെവിടെ? അപ്പോൾ അച്ഛൻ പറയാ, അതാ പുറത്തേക്കടെ ഇപ്പോൾ ഒരു കോഴി നടന്നു പോയതുള്ളൂ എന്ന്. അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മയോട് ഞാൻ കഴിഞ്ഞ ദിവസം ചൂടായി ചോദിച്ചു, നിങ്ങൾ ഈ വീട്ടിൽ എനിക്കൊരു പട്ടിയുടെ വില ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു വഴി അമ്മ പറഞ്ഞു, പട്ടിക്കൊക്കെ ഇപ്പം നല്ല വിലയാണ്, നിനക്ക് അതിൻ്റെ വിലയൊന്നും തരാൻ പറ്റില്ല എന്ന്. ഇതിലും ഒരു പടി മുകളിലാണ് എൻ്റെ അനിയൻ. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, അവൻ എൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പിറന്നാളോ ബർത്ത്ഡേയോ എല്ലാം ആയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ച് താങ്ക് യു എന്ന് എഴുതാൻ പോയപ്പോഴേക്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മുകളിൽ എഴുതി വന്നു അനിയൻ ടൈപ്പിംഗ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു അവൻ്റെ ക്യാപ്ഷൻ വരട്ടെ എന്ന് വെച്ചു. അവൻ്റെ ക്യാപ്ഷൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടാ. അവൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു, അഹങ്കാരത്തിന് കൈയും കാലം വെച്ച ആളെ കാണണമെങ്കിൽ ഇതാ മുകളിലേക്ക് വെക്കുന്നു. ഇതിനും ഒരു കഷ്ടമാട്ടോ എൻ്റെ കാമുകി. അവൾ എന്നോട് എപ്പോഴും പറയും, തോമസേ നീ ശരിയല്ല, കാര്യം നിനക്ക് 2 മുഖം ഉണ്ടെന്ന്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. 2 മുഖം ഉണ്ടെങ്കിൽ ഞാൻ ഈ മുഖം വെച്ച് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഗാമുകിയുടെയും മുഖത്തിൻ്റെയും കോമഡി പറഞ്ഞത് എബ്രഹാം ലിങ്കനാണ്. അത് ഞാനിവിടെ വെളിപ്പെടുത്താൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗാമുകികളില്ല. അപ്പോൾ താല്പര്യമുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. പക്ഷേ എനിക്കിന്നിവിടെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചു തന്നത് എൻ്റെ ടീച്ചർമാരാണ്. കാര്യം ഞാൻ ക്ലാസ്സിലിരുന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ടീച്ചർമാരാണ് തോമസ് സ്റ്റാൻഡപ്പ് ആ കോമഡി ഞങ്ങളോടെ കേൾക്കട്ടെ എന്നും പറഞ്ഞ് എൻ്റെ ക്ലാസ്സിൻ്റെ സെൻറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാനൊരു കലാകാരനാണ്. ഞാൻ നല്ലൊരു നാടൻ പാട്ടുകാരനാണ്. ഞാനൊരു 4 വരി പാടാം. തങ്കം മണക്കില്ല തവളയ്ക്ക് പല്ലില്ല തെക്കേലെ മൂസയ്ക്ക് 2 പല്ല് ഉറുക്കി തട്ടില്ല ഉപ്പ് മുളകില ഉലകിലെ മായങ്ങൾക്ക് അറ്റമില്ല പുത്രാളത്തിൽ വന്ന പത്രാളം കാരണം ഇക്കൊല്ലം പെരുന്നാൾ വൈകി വന്ന് കണ്ടെത്തി കിടക്കണ മുണ്ടത്തി പടലിന് മൂത്ത് മുന്നാടി നീരുകണ്ടേ പാലിന് കയ്പില്ല പഴഞ്ചൊല്ലി പതിരില്ല പച്ചോല പാമ്പിന് പത്തിയില്ല കുതിരയ്ക്ക് കൊമ്പില്ല മുതിരയ്ക്ക് മധുരമില്ല കൊക്ക് കാണാതെ കൂളങ്ങളില്ല. മതി. സാധാരണ ഞാൻ 4 വരി പാടാമെന്ന് പറഞ്ഞിട്ട് 2 വരി പാടുമ്പോഴേക്കും നാട്ടുകാർ ഇറങ്ങി ഓടാറാ പതിവ്. ഇപ്പം നിങ്ങളെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 4 വരി പാടാമെന്ന് പറഞ്ഞിട്ട് 6 വരി വരെ പാടി അവസാനിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 100ാമത്തെ സ്റ്റേജാണെന്ന് തോന്നുന്നു. ബാക്കി 99-ൽ ഞാൻ ഓഡിയൻസ് ആയിരുന്നു എന്നുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കിന്ന് സ്റ്റേജിൽ കയറാൻ ചെറിയൊരു പേടിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് എപ്പോഴും നമ്മൾ പണിയുമ്പോൾ കുറച്ച് പൊക്കിയായിരിക്കും പണിയണേ. അപ്പോൾ ഈ ഉയരത്തിൽ നിന്ന് പറഞ്ഞു പഠിക്കാനുള്ള ഒരു കൊതി കൊണ്ട് മതിൽ കയറുന്നിട്ടോ പറഞ്ഞു പഠിക്കാറ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ പ്രസംഗം കേൾക്കാൻ ഒറ്റ മനുഷ്യൻ വരാറില്ല. എൻ്റെ അച്ഛൻ പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാരനായ കോടീനെ ക്ഷണിക്കും. ഞാൻ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ കുറച്ചേ അവിടെ കേട്ട് കേൾക്കും. അപ്പം ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കോമഡി മൊത്തം അവനെ പറഞ്ഞു ഏൽപ്പിച്ചു. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു, കൊക്കരക്കോ കൊക്കരക്കോ എന്നും പറഞ്ഞ് നല്ല കോല് പോയി. അപ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ അവസ്ഥ ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ചിരിക്കാൻ താല്പര്യമുള്ളവരാണ് എല്ലാവരും. ചിരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. എല്ലാവരും കൈവയ്ക്കിയത് കണ്ടോ? അപ്പോൾ ചിരിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ചിരിപ്പിക്കാനും പറ്റും. അതേപോലെ തന്നെ ഒരു സത്യമുണ്ട്, 10 മിനിറ്റ് ചിരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ഓടുന്നതിൻ്റെ അത്രയും തുല്യമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്ട്രെസ് ലെവൽ കുറയുകയും നിങ്ങളെല്ലാവരും ആക്റ്റീവ് ആവുകയും ചെയ്യും. പക്ഷേ ഇവിടെ ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ലെവൽ കൂടി ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ സാധ്യത ഞാനിപ്പോൾ കാണുന്നുണ്ട്. കാര്യമാക്കണ്ട. അത് അവസാനിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസാണ് നിങ്ങളുടെ ദൈവം. അപ്പോൾ ഓഡിയൻസിൻ്റെ പൾസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പരിപാടിയുടെ യൂട്യൂബിലെ അടിയിൽ വരുന്ന കമൻസൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഞാനിവിടെ പറയുന്നതിനേക്കാളും കോമഡി ആ കമൻസിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തൃപ്തിയായി. അത് അവസാനിക്കുമ്പോൾ ഈ പരിപാടിയുടെ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്നത് നമ്മുടെ കേശവ മാമൻ. അദ്ദേഹം പോപ്പുലറായ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയാണ്. ഇതിന്റെ നെടുന്തൂണ് ഞാനാണ്. ഇതാ ഇവിടുത്തെ പ്രശ്നം. സ്റ്റെഫി അത് കഴിഞ്ഞിട്ട് കേശവ മാമൻ എന്ന പ്രധാന കണ്ണി ശരിക്കും മുതലാളി കണ്ണി ഒരു സുപ്രധാന വേണ്ട നെടുന്തൂൺ കേശവ മാമൻ തന്നെ. ശരി, ഫിക്സ്. ഇടയ്ക്ക് കയറുന്നിട്ട് ഒരു വഴിക്കാണ് ഈ വഞ്ചി ഓടിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേശവമാമനെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹം പോപ്പുലറായത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇടയ്ക്ക് മൂട്ടേനെ പറ്റി പാട്ടുണ്ടാക്കി, ചക്കക്കുരുവിനെ പറ്റി പാട്ടുണ്ടാക്കി, കാക്കമ്മേനെ പറ്റി പാട്ടുണ്ടാക്കി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞു, എനിക്കും പോപ്പുലർ ആവണം.
അമ്മയോട് പറഞ്ഞു എന്തിനെ പറ്റിയെങ്കിലും എനിക്കൊരു പാട്ടുണ്ടാക്കി തരാമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ എന്തിനെ പറ്റി ഒരു പാട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ആ പാട്ട് ഇങ്ങനെയാണ്: എന്തും കണ്ടു വന്നു കള്ളും കണ്ടു വന്നു, എന്ത് കള്ള് പനം കള്ള്, എന്ത് പന ഓലപ്പന, എന്തോല എഴുത്തോല, എന്തെഴുത്ത് തലയിലെഴുത്ത്, എന്ത് തല മൊട്ടത്തല, എന്ത് മൊട്ട കോഴി മൊട്ട, എന്ത് കോഴി പൂവൻ കോഴി, എന്ത് പൂവ് റോസാപ്പൂവ്, എന്ത് റോസ കാട്ട് റോസ, എന്ത് കാട് പട്ടിക്കാട്, എന്ത് പട്ടി പേ പട്ടി, എന്ത് പേ ഗൂഗിൾ പേ ചെയ്ത് എനിക്കൊരു 108 രൂപ തരുവാണെങ്കിൽ ഞാൻ പെട്രോൾ അടിച്ച് വീട്ടിൽ പോയിക്കോളാം, ഇനി മേലാ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല. 5 മിനിറ്റോടെ കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില കൂടും, പിന്നെ നിങ്ങൾ എനിക്ക് 150 രൂപ തരേണ്ടി വരും. എൻ്റെ ലാസ്റ്റ് എന്തോ ഒരു ഇംഗ്ലീഷ് വാക്കോടെ പറയാനുണ്ട്, എന്തായിരുന്നത്? താങ്ക് യു, ദാറ്റ്സ് മൈ ടൈം. തോമസിന്റെ പേടിയൊന്നും കണ്ടില്ലല്ലോ. നല്ല പേടി ഉണ്ടായിരുന്നു. നല്ല പാട്ട്. എന്താണ് ഒരു പേടി ആർക്കും ഒന്നും ഫീൽ ചെയ്ത്? നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഇല്ല. ധർമ്മൻ ചേട്ടാ? തോമസേ ഗംഭീരമായി. തോമസ് അവതരിപ്പിച്ച കഥാപാത്രം ഭയങ്കര ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉള്ളൊരു കഥാപാത്രമാണ്. തോമസിന്റെ വീട്ടിൽ അച്ഛന് വിലയില്ല, അല്ല അമ്മക്ക് വിലയില്ല, അനിയന് വിലയില്ല. പക്ഷേ തോമസിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് OLX ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വില കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ നല്ല നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ പാട്ടും ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും ഗംഭീരമായി. ഓൾ ദി ബെസ്റ്റ്. തോമസേ, ഞാനും ധർമ്മനും കൂടെ തുടക്കത്തിൽ 2005 ആദ്യമായിട്ടൊക്കെ ഷോ ചെയ്യുമ്പം ഞാൻ എപ്പോഴും കണക്കാക്കിയിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു തമാശ പറയുന്ന ആൾക്ക് പരമ്പരാഗതമായി നമ്മൾ കണ്ട് ശീലിച്ച ചില വഴികളും പ്രകടനങ്ങളും എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ട്. അന്ന് ധർമ്മജൻ അങ്ങനെ ഒന്നുമല്ല. ധർമ്മജൻ പറയണത് തമാശയാണോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണമായിരുന്നു. ശ്രദ്ധിച്ചിരുന്നാൽ ഇത് തമാശയെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഞാനൊരു തമാശ പറയാൻ പോവാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള തുടക്കങ്ങളോ ഒടുക്കങ്ങളോ ഒന്നുമില്ലായിരുന്നു. ധർമ്മജൻ പറഞ്ഞിടും, നിങ്ങൾ വേണേ എടുത്തോ ചിരിച്ചോ എന്ന് പറയുന്നൊരു ഭാവം ധർമ്മജൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും അന്ന് ഞങ്ങൾ ചെയ്ത ഷോയെ പറ്റി പിന്നീട് ആൾക്കാർ പറഞ്ഞ് അതാണ് ഒരു വേറെ റൂട്ടിലാണ് പറഞ്ഞത്. തോമസിന് ആ തമാശ തുടങ്ങുമ്പോഴോ തമാശ തീരുമ്പോഴോ ഒന്നുമുള്ള പതിവ് ശൈലികളൊന്നുമില്ല. എന്നാൽ തമാശ വർക്കൗട്ട് ആവുന്നുണ്ട്. ശൈലി ഇല്ലെങ്കിൽ വർക്കൗട്ട് ആയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. വളരെ ഗംഭീരമായിട്ടുണ്ട് തോമസ്. തോമസ് എങ്ങനെയുണ്ട്? കമന്റ്സ് ഒക്കെ നല്ല സൂപ്പർ ആയില്ലേ? ടെൻഷനും പേടിയൊക്കെ മാറിയോ? കുറച്ചുകൂടെ കണ്ടോ? ചുമ്മാ പറയൂ കേട്ടോ രമേശ് ചേട്ടാ. ഈ രമേശ് ചേട്ടാ ആദ്യം പറഞ്ഞ പോലെ 50-50 തോമസ് പഠിച്ച കള്ളൻ. അതെ, എക്സാക്ട്ലി. ഞാൻ അത് എങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ട് അടുത്തുനിന്ന് അടി കിട്ടിയാലോ. അപ്പൊ കേട്ടോ, തോമസ് നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. തോമസ് പറഞ്ഞൊരു പെണ്ണ് നോക്കിയിട്ടാണ് എന്റെ മുഖത്ത് മോക്കുരു വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ നോക്കി മുഖത്ത് മോക്കുരു വരാനാണെങ്കിൽ പിഷാരുടെ മുഖത്ത് പൊണ്ണു വന്നേ മോക്കുരു. ഇതിനാണ് ഇങ്ങനെ അപരാധം ഇല്ലാത്തത് പറഞ്ഞിട്ട് തല്ലിൽ കെട്ടിവെക്കുന്നത്. ഇതിനിടയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിടുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ഭയങ്കര സെന്റിമെന്റ്സ് അടിക്കുന്നൊരിതുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അവൻ ഇച്ചിരി കാര്യമായിട്ട് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും ഒരാവശ്യമില്ലാതെ. അവൻ തന്നെ വല്ല തോന്നിയ ദിവസം കാണിക്കും, വെള്ളം അടിച്ച് വീഴും, വെള്ളം അടിച്ച് വഴി കിടന്ന് മുറിഞ്ഞിട്ട് പിറ്റേ ദിവസം എടാ സ്വന്തം സുഹൃത്ത് ആശുപത്രി കിടക്കുകയാണെന്നൊരു ചിന്ത നിനക്കുണ്ടോ? ഒരു 5000 രൂപ നീ പറഞ്ഞ പോലെ GPayയിൽ ഇട്ട് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയും. ഇവൻ്റെ ഈ മോഡുലേഷനിലാണ് നമ്മൾ വീണോണ്ടിരുന്നത്. പലപ്പോഴും പൈസ കൊടുക്കുമായിരുന്നു. ഇപ്പം എന്താന്ന് വെച്ചാൽ ഇതിന് 2 സ്പീഡ് കൂട്ടി വെക്കുന്ന കാരണം എടാ ഒരു കൂട്ടുകാരൻ വണ്ടി അടിച്ച് വീട്ടിൽ കിടക്കുമ്പോൾ നിനക്കൊരു പൈസ എടുത്തതിൻ്റെ താല്പര്യമുണ്ടോ ഇല്ലേ എന്നും പറഞ്ഞിട്ട് ഈ സ്പീഡ് കൂട്ടിയത് കാരണം ഒരെണ്ണത്തിനും എക്സ്പ്രഷൻ ഇല്ല. നല്ല പ്രണയ മെസ്സേജുകളൊക്കെ എടി എവിടെയാണ് വിഷ് യു എ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയാം. ഹലോ എവിടെയാ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫീല് പോയി എല്ലാം 2-ലിട്ട ഓടിച്ചോണ്ടിരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഗംഭീരമായി. ഞാനും അതുപോലെ തന്നെ പറഞ്ഞു. അപ്പൊ ഓക്കെ, എനിവേ ഇനിയും വരണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.